ക്ലാസ് വിടാൻ വൈകിയിരിക്കും, അതാ കാറ് വരാൻ താമസിക്കുന്നത്. നാളെ മുതൽ രശ്മിയെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അമ്മാവനായിരിക്കണം. ഇടയിൽ ആര് വന്നാലും അവളെ കാണാൻ സമ്മതിക്കരുന്ന് ഹെഡ്മിസ്ട്രസിനോട് പ്രത്യേകം പറയണം. ഓ. ഹലോ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? കുട്ടി കുട്ടി കുട്ടി, നിങ്ങൾ എത്ര യാചിച്ചാലും അവളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിക്ക് വേണ്ടി യാചിക്കാനല്ല ഫോൺ ചെയ്യുന്നത്, കുട്ടി ഇപ്പൊ എന്റെ കയ്യിലുണ്ടെന്ന് അറിയിക്കാനാണ്. കുട്ടിയെ സ്കൂളിൽ കാണാനില്ല. പിന്നെ നിങ്ങൾ എന്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് മറക്കണ്ട. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. വളർത്താൻ കുട്ടിയെ കോടതി നിന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. എന്ന് വെച്ച് ഞാൻ അവളുടെ അച്ഛനല്ലാതാവും. ഞാൻ പറയുന്നത് കേൾക്കും. എന്റെ മോളല്ലാതെ എനിക്ക് ആരുമില്ല. അവളെ എന്റെ അടുത്തുനിന്ന് പിരിക്കരുത് പ്ലീസ്. രശ്മി നിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞിട്ട് 5 നിമിഷമായില്ല. ആ വേദന താങ്ങാൻ നിനക്കാവുന്നില്ല അല്ലേ? 5 വർഷമായി അവളെ കാണാൻ കൊതിച്ച് എന്നെ ഒരു നോക്ക് പോലും കാണാൻ അനുവദിക്കില്ലെന്ന് നീ വാശി പിടിച്ചപ്പോ എനിക്കുണ്ടായ വേദനയെ കുറിച്ച് നീ ആലോചിച്ചോ? ഇല്ല. കാരണം നീ വലിയ പണക്കാരിയല്ലേ. മറ്റുള്ളവരുടെ വേദനയെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ. വിനീത്, എന്നോട് പ്രതികാരം ചെയ്യാൻ എന്റെ മോളെ തന്നെ കരുവാക്കരുത്. അത്തരം നീചനല്ലേ ഞാൻ. കുറച്ചു ദിവസം അവൾ എന്റെ കൂടെ നിൽക്കണം. എനിക്ക് അവളെ ഊട്ടണം, താരാട്ടണം. എന്റെ മനസ്സിന്റെ ദാഹം തീരുന്നത് വരെ. നീ എന്നെ കുറിച്ച് ആ കുരുന്നു മനസ്സിൽ വളർത്തിയ തെറ്റായ ധാരണകൾ എനിക്ക് തിരുത്തണം. അതുവരെ നീ കാത്തു നിന്നേ പറ്റൂ. ഗുഡ് ബൈ. ഇല്ല, ഞാൻ തോൽക്കില്ല. എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല.